പിന്നെയോ CPM മനസ്സിലാക്കേണ്ടത്, മുതലാളിത്തത്തിനെതിരെ നിങ്ങൾ സംസാരിക്കുമ്പോ നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് വിഘടിച്ചു പോയിട്ട് ഒഞ്ചിയത്ത് 1948 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഒഞ്ചിയത്ത് CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ ആളുകള് ഒഞ്ചിയത്ത് അന്ന് നിങ്ങൾ ഇപ്പോഴും പാർട്ടി ക്ലാസ്സുകളിൽ നിങ്ങളുടെ പ്രവർത്തകർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ചെറുപയർ പട്ടാളം എന്ന് പറയുന്ന കൂലിപ്പട്ടാളത്തിന്റെ കൂലി പോലീസിന്റെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പിന്നെ അല്ലെങ്കിൽ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടത്തിന്റെ ചെറുപയർ പട്ടാളം നിങ്ങളുടെ സഖാക്കന്മാരെ അവിടെ ഒഞ്ചിയത്തും വടകരയിലും ഏറാമലയിലും ഓർക്കാട്ടേരിയിലും നാദാപുരത്തും നിങ്ങളുടെ പ്രവർത്തകരെ വെടിവെച്ചു കൊല്ലുകയും നിങ്ങളുടെ പ്രിയപ്പെട്ട സഖാവായിരുന്ന സഖാവ് മണ്ടോടി കൃഷ്ണൻ, CPM-ന്റെ സഖാവായിരുന്ന മണ്ടോടി കൃഷ്ണനെ ഒഞ്ചിയത്തിന് ലോക്കപ്പിൽ കൊണ്ടുപോയിട്ട് അതിക്രൂരമായി മർദ്ദിച്ചിട്ട് അദ്ദേഹത്തിന്റെ തല പിടിച്ച് ചുമരിലടിച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മൂർദാബാദ് എന്ന് വിളിക്കടാ നായിന്റെ മോനെ എന്ന് പറഞ്ഞപ്പോ സാധ്യമല്ലെന്ന് പറഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ് എന്ന് തന്റെ തല പൊട്ടിയിട്ട് ഒഴുകി വന്നിരുന്ന ചോരയിൽ കൈമുക്കിയിട്ട് മണ്ടോടി കൃഷ്ണൻ അന്ന് ഒഞ്ചിയം പോലീസ് സ്റ്റേഷനിൽ ലോക്കപ്പില് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ് എന്ന് എഴുതി വെച്ച ആ മണ്ടോടി കൃഷ്ണന്റെ നാട്ടിലാണ് പ്രിയപ്പെട്ട സഖാക്കന്മാരെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും വിപ്ലവ യുവജന പ്രസ്ഥാനം DYFI പിളർന്നത്, CPM പിളർന്നത്. ആലോചിക്കണം, ഞങ്ങൾ വളർത്തിയതല്ല. എന്തുകൊണ്ട് അമ്യൂസ്മെന്റ് പാർക്കുകളിലെ വെള്ളച്ചാലുകളില് ഓടിക്കളിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവൂല പാർട്ടിക്ക് എന്ത് സംഭവിക്കുന്നു. പാരിസ് അബൂബക്കറിന്റെ കോടികൾ വാങ്ങിയിട്ട് കൊയിലാണ്ടിയില് നായനാർ മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെന്റ് നടത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവൂല പാർട്ടിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന്. സാന്റിയാഗോ മാർട്ടിനിൽ നിന്ന് കോടികൾ വാങ്ങുമ്പോൾ മനസ്സിലാവില്ലേ സഖാവേ? മനസ്സിലാക്കണം നിങ്ങൾ പാർട്ടിക്ക് എന്ത് പറ്റുന്നു. അതുമല്ലെങ്കിൽ ആലോചിച്ചോ, നിങ്ങളുടെ പ്രിയപ്പെട്ട സഖാക്കന്മാർ 5 പേര് കൂത്തുപറമ്പിന്റെ മണ്ണിൽ പടഞ്ഞു വീണ് മരിച്ചപ്പോ ആ മരണത്തെക്കുറിച്ച് നിങ്ങൾ കേരളത്തിന്റെ തെരുവോരങ്ങൾ മുഴുവൻ വർഷാവർഷങ്ങളിൽ എഴുതി വെക്കുന്ന ഓർമ്മക്കുറിപ്പുകളില്ലേ? ഏറ്റവും ഒടുവിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട കവിയുടെ വാചകങ്ങൾ നിങ്ങളുടെ ബോർഡുകളിൽ എഴുതി വെക്കാറില്ലേ? എന്താണ് നിങ്ങൾ എഴുതി വെക്കുന്നത്? രക്തസാക്ഷിയെ കുറിച്ചുള്ള വളരെ മനോഹരമായ ഗാനങ്ങൾ, കവിതകൾ നിങ്ങൾ ആലപിക്കുന്നു, എഴുതി വെക്കുന്നു. അവനവന് വേണ്ടിയല്ലാതെ അവരന് വേണ്ടി ചുടുരക്തമൂറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. അമ്മയ്ക്കു കണ്ണീര് മാത്രം കൊടുത്തവൻ, നന്മയ്ക്കു കണ്ണും കരുത്തും കൊടുത്തവൻ, അല്ലേ? അങ്ങനെ രക്തസാക്ഷിയായി പോയ 5 സഖാക്കന്മാർ കൂത്തുപറമ്പിലുണ്ട്. പക്ഷേ രക്തസാക്ഷിയാവാൻ വിധിയില്ലാതെ, മരണപ്പെട്ടു പോകാൻ വിധിയില്ലാതെ ഇന്നും ജീവച്ചവുമായി കിടക്കുന്ന ഒരു സഖാവില്ലേ പ്രിയപ്പെട്ടവരെ കൂത്തുപറമ്പില്? തന്റെ ജീവിതത്തിന്റെ പ്രാഥമിക ക്രിയകൾ മുഴുവൻ കടക്കയിൽ കിടന്ന് നിർവഹിക്കേണ്ടി വരുന്ന സഖാവ് പുഷ്പൻ എന്തിനു വേണ്ടിയിട്ട സഖാക്കന്മാരെ സമരം ചെയ്തത്? സ്വാശ്രയ കോളേജിനെതിരെ സമരം ചെയ്യാൻ പാർട്ടി സെക്രട്ടേറിയറ്റ് പ്രമേയം പാസാക്കിയപ്പോ, DYFI പ്രമേയം പാസാക്കിയപ്പോ ആ പ്രമേയത്തിന് അനുഗുണമായി നിന്നുകൊണ്ട് കൂത്തുപറമ്പില് വിരിമാറ് കാണിച്ചുകൊണ്ട്, വെടിയുണ്ടക്ക് വിരിമാറ് കാണിച്ചുകൊണ്ട് പടഞ്ഞു വീണ നിങ്ങളുടെ പ്രിയപ്പെട്ട പുഷ്പൻ കൂത്തുപറമ്പില്. പക്ഷേ പ്രിയപ്പെട്ട സഖാക്കന്മാരെ, ആ പുഷ്പൻ ഇന്നും പ്രാഥമിക കർമ്മങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കാൻ പോലും കഴിയാതെ കടക്കയില് സ്വാശ്രയ കോളേജുകൾക്ക് വേണ്ടി എതിരായി പൊരുതിയതിന്റെ ഓർമ്മകളുമായിട്ട് ഇന്നും അവിടെ നീറി കഴിയുമ്പോ നിങ്ങളുടെ പ്രിയപ്പെട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ മകൻ പഠിക്കുന്നത് ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ 40 ലക്ഷം രൂപ ഫീസ് കൊടുത്തിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട സംസ്ഥാന സെക്രട്ടറിയുടെ മകൾ പഠിക്കുന്നത് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ലക്ഷക്കണക്കിന് രൂപ ഫീസ് കൊടുത്തിട്ട്. സഖാക്കന്മാർ ആലോചിക്കണം, പുഷ്പന്റെ അമ്മയുടെ അച്ഛന്റെ കണ്ണുകളിൽ നിന്ന് ഉതിർന്നു വീഴുന്ന കണ്ണുനീർത്തുള്ളികള് ശാപവാക്കുകളായിട്ട് നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിന് നെഞ്ചകം പിളർന്നുകൊണ്ട് പാർട്ടിയുടെ അസ്ഥിവാരങ്ങളിലേക്ക് പടർന്നു കയറിയിട്ട് അതിന്റെ ശവാസനവും അതിന്റെ അവസാനത്തെ ശവക്കച്ചയും പുതച്ചുകൊണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അവസാനത്തെ ആണി അടിക്കുന്നുണ്ടെങ്കിൽ ആ ആണി സഖാവ് പുഷ്പന്റെ അമ്മയുടെ കണ്ണിൽ നിന്ന് പൊടിഞ്ഞു വിടുന്ന കണ്ണീരായിരിക്കും. സഖാക്കന്മാരെ, എന്തിനാ സമരം ചെയ്തത്? നിങ്ങളുടെ പാർട്ടി പറഞ്ഞു സ്വാശ്രയ കോളേജിന് സമരം ചെയ്തു, രക്തസാക്ഷിയായി. പക്ഷേ നിങ്ങളുടെ പാർട്ടിയുടെ നേതാവ് കൊണ്ടുപോയിട്ട് സ്വന്തം മക്കളെ സ്വാശ്രയ കോളേജിൽ ചേർത്തുമ്പോൾ എവിടെയാണ് പ്രിയപ്പെട്ടവരെ പാർട്ടി നിൽക്കുന്നത്? ഇത് CPM മനസ്സിലാക്കാൻ തയ്യാറാകണം. നിങ്ങളുടെ പ്രവർത്തകർ നിങ്ങളുടെ വീട്ടിലൊക്കെ പുതിയ വീടുണ്ടാക്കി കൂടി എന്നൊക്കെ അറിയുമ്പോൾ നിങ്ങളുടെ പ്രവർത്തകർ കാണാൻ വരും. അത് കാണാൻ വരുമ്പോൾ അട്ടിപ്പായിക്കരുത്. ഇറ്റാലിയൻ മാർബിൾ കൊണ്ടാണ് ഞാൻ വീടുണ്ടാക്കിയത്, ഇത് എവിടുന്ന് കിട്ടി എന്ന് ആൾക്കാർ ചോദിക്കുമ്പോൾ മറുപടി ഉണ്ടെങ്കിൽ വീടുണ്ടാക്കിയാൽ മതി. പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലക്കുള്ള അലവൻസ് അല്ലാതെ 5 നയാ പൈസ വരുമാനമില്ലാത്ത സഖാവ് പിണറായി വിജയനെ ഇറ്റാലിയൻ മാർബിൾ വധിച്ച വീടുണ്ടാക്കാൻ എവിടുന്ന് പൈസ കിട്ടിയെന്ന് ചോദിച്ചാൽ പാർട്ടിന്ന് പുറത്താക്കി കുലം കുത്തികൾ എന്ന് പറയരുത്. മറുപടി കൊടുക്കാൻ പറ്റില്ലെങ്കിൽ പാർട്ടിയിൽ പ്രശ്നം ഉണ്ടാവും. അത് കോഴിക്കോട് തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും. കാരണം കോഴിക്കോട്ടുമുണ്ട് അങ്ങനത്തെ ആളുകൾ, കുലംകുത്തികൾ. എങ്ങനെ കുലംകുത്തികൾ ഉണ്ടായി? പാർട്ടി പഠിക്കണം.
ഇത് മനസ്സിലാക്കിയിട്ട് മുസ്ലിം സമുദായത്തിന്റെ കൂടെ നിങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ വിഷയങ്ങൾ പഠിക്കണം. എന്താ ഇപ്പോൾ മുസ്ലിം സമുദായത്തെ പറ്റിക്കാൻ ഇതുപോലെ സമ്മേളനം ഈ കോഴിക്കോട് നടത്തിയതാ? എന്താ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കാൻ പോവാ CPM. നമ്മൾ വിചാരിച്ച് ഇപ്പം നടപ്പിലാക്കുന്നു. എന്താ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കിയിട്ട് പറയുന്നത്? മുസ്ലിം ഉസ്താദുമാർക്ക് മൊയ്ലിയാമാർക്ക് സ്കോളർഷിപ്പ് അല്ല, പെൻഷൻ പദ്ധതി 1. 2, മുസ്ലിം പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ്. മുസ്ലിം സമുദായത്തെ ചാക്കട, ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിം സമുദായത്തെ പൈസ നിന്ന് ചാക്കിടാൻ പറ്റുന്ന കുറച്ച് സമുദായ നേതാക്കന്മാർ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കുഴപ്പമാണ് ഒരു വഖഫ് ബോർഡ് സ്ഥാനം, ഒരു ഹജ്ജ് കമ്മിറ്റി സ്ഥാനം കിട്ടിയിരിക്കുകയാണെങ്കിൽ അത് വലിയ സാധനമാണെന്ന് വിചാരിച്ച് നടക്കണ കുറേ സമുദായ നേതാക്കന്മാരാണ് ഈ സമുദായത്തെ നയിക്കണതെന്നാണ് CPM വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ കൊടുത്ത് മൊയ്ലിയാമാർക്ക് പെൻഷൻ, മൊയ്ലിയാമാർ സദറുസ്താദും കൂടി മീറ്റിംഗ് കൂടാൻ. അല്ല, ഇപ്പൊ പെൻഷൻ പാസ്സാക്കിക്കണല്ലോ. എന്താ പെൻഷന്റെ കോലം? 50% നമ്മൾ കൊടുക്കണം, 50% മാനേജ്മെന്റും കൊടുക്കണം. അപ്പോഴാണ് ഉസ്താദ് തലയൊറിഞ്ഞു ചോദിച്ചു, അല്ല സദർ ഉസ്താദെ, ആരാ നമ്മളെ മാനേജ്മെന്റ്? അപ്പൊ സദർ ഉസ്താദ് പറഞ്ഞു, ഓരോ റമദാൻ കഴിയുമ്പോൾ ഓരോ മാനേജ്മെന്റാണ് നമുക്ക്. അല്ല, അപ്പൊ നമുക്കൊരു മാനേജ്മെന്റ് എന്ന് പറയാൻ ആരുണ്ടോ? അതല്ല, ഒരു കുട്ടീനെ സ്കെയിലെടുത്ത് അടിച്ചാൽ നമ്മളെ മാനേജ്മെന്റ് മാറും. അങ്ങനത്തെ മാനേജ്മെന്റ് ആണ്. ഈ മാനേജ്മെന്റ് പൈസ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഏടുന്ന മാനേജ്മെന്റ് പൈസ കൊടുക്കുക? ഇത് നടക്കൂലെന്ന് CPM അറിയാം. മാത്രമല്ല, ഈ പൈസ കൊണ്ടുപോയി നിക്ഷേപിക്കണത് എവിടെ? LIC-യിൽ. ഏതെങ്കിലും മൊയ്ലിയാർ നിക്ഷേപിക്കുമോ? ഇതും CPM അറിയാം. മുസ്ലിം സമുദായത്തെ പറ്റിക്കാൻ നല്ല കോളാ. ഞങ്ങൾ പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയില്ലേ, ആര്? അംസാക്കാ പറയണത്. അതുകൊണ്ട് അതിനൊരു തെക്കവയോടുകൂടി ആയിരിക്കും പറയാം. അംസാക്ക പറയുമ്പോൾ അതിനെങ്ങനെ ഉണ്ട്? ഞങ്ങൾ നടപ്പിലാക്കിയില്ലേ? നടപ്പിലായോ? എത്ര പേര് ചേർന്നു? മുസ്ലിം പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് എങ്ങനെ? 10 രൂപേനെ സ്റ്റാമ്പ് പേപ്പറിൽ അപ്ലിക്കേഷൻ കൊടുക്കണം. 10 രൂപേനെ സ്റ്റാമ്പ് പേപ്പർ ആദ്യത്തെ ദിവസം തന്നെ തീർന്നു. പിന്നെ 20 ആയി, 50 ആയി, 100 രൂപേനെ സ്റ്റാമ്പ് പേപ്പറിലാണ് പിന്നെ അപ്ലിക്കേഷൻ. പറയണ സഖാവേ, ഒരു സ്കൂളിൽ എത്ര കുട്ടികൾക്ക് നിങ്ങൾ കൊടുത്ത് സ്കോളർഷിപ്പ്? എത്ര 100 രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ നിങ്ങളുടെ ഖജനാവിലേക്ക് പൈസ ഉണ്ടാക്കി? സമുദായം അപ്പോഴും വിചാരിച്ചത് എന്താ? ഇതിപ്പോൾ കിട്ടും, ഇതിപ്പോൾ കിട്ടും. ഇത് ഇടതുപക്ഷമാണ് സമുദായം, ഇത് മനസ്സിലാക്കണം. ഇടതുപക്ഷത്തിന് നമ്മൾ നന്നാക്കാനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ ബംഗാളിൽ നന്നാക്കി നമ്മളെ നന്നാക്കിയോ? നമ്മളെ സേവിക്കാനുള്ള താല്പര്യം മാത്രമേ ഉള്ളൂ. ഇത് സേവിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഈ സമുദായത്തിനെ പറ്റിക്കാൻ നോക്കുക. പിന്നെയും ഈ സമുദായമാണെങ്കിലോ, ഞാൻ ആരെങ്കിലും പറ്റിക്കാണ്ടേ വന്നോളി, ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സമുദായത്തിൻ്റെ നേതാക്കന്മാർ നിൽക്കുക. ഞങ്ങൾ പറയുന്നത് ഇതാണ്, ഈ സമുദായം ഒന്ന് മനസ്സിലാക്കണം. തല അവനവന് തന്നിട്ടുണ്ട് അള്ളാഹു. വേറൊരാളെ തല സയാമി സെരട്ടകളായിട്ട് സൃഷ്ടിച്ചിട്ടില്ല. വളരെ കുറഞ്ഞ ആൾക്കാർ. അവനാണ് തല കൊണ്ടൊന്ന് ആലോചിക്കുക. ഇവിടെ മുസ്ലിം സമുദായം ചിന്തിക്കേണ്ടതുണ്ട്, ഇങ്ങനെ നമ്മളെ പറ്റിക്കാൻ കുറേ ആൾക്കാർ കേരളത്തിലുണ്ട്. നമ്മൾ നമ്മുടെ കാര്യം സംസാരിക്കാൻ തയ്യാറാകണം. ഇപ്പൊ നമുക്ക് മനസ്സിലായല്ലോ, നമ്മൾ തെരഞ്ഞെടുപ്പിൽ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങി ജയിപ്പിച്ച മുസ്ലിം സമുദായത്തിന്റെ പാർട്ടി പോലും നമ്മളെ 5 മക്കൾ 6 മക്കൾ പടഞ്ഞു വീണ് മരിച്ചപ്പോ മിണ്ടാനില്ലാത്തൊരവസ്ഥയാണല്ലോ ഇപ്പൊ കേരളത്തിൽ കണ്ടത്. ഇനി നമ്മൾ എന്താ ചെയ്യാ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ സാധനം നന്നാവെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇതിനൊന്ന് താങ്ങിക്കൊടുത്തു നോക്കി. ഒരു ലക്ഷണവും നന്നാവാൻ കാണില്ല. ഒരു ലക്ഷണവും. ഒരു താങ്ങ് കൊടുത്തു നോക്കി, ഒന്ന് നന്നായി കിട്ടിയാലോ? എന്നെ തല്ലണ്ടെന്നുള്ള കോലത്തിലാണ് ഞാൻ നന്നാ. ഇനിയിപ്പോൾ നമുക്കൊരൊറ്റ വഴിയേ ഉള്ളൂ, നമ്മൾ വേറെ വഴിക്ക് പോവുക. പോപ്പുലർ ഫണ്ട് മാത്രം പറഞ്ഞ് ബല ജയിപ്പിക്കണം. വലിയ വിഷമമുണ്ടായിട്ട് വലിയ സന്തോഷത്തോട് പോകുന്നല്ല. കൈക്ക് കുത്തുന്നേരെ ഞങ്ങൾ INL പ്രവർത്തകർക്ക് തന്നെ വിറക്കിണ്ട്, കുത്തണോ? കാരണം ഇതിനോടുള്ള ദേഷ്യം കൊണ്ടാണോ മുസ്ലിം ലീഗ് വിട്ടിട്ട് INL ആയത്? അവൻ്റെ ബാപ്പ അന്നേ പറഞ്ഞിരിക്കണം ഈ INL പോവരുത്, നമ്മൾ പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് ഞങ്ങളെ കൂടെ നിൽക്കണം. അന്നോ പറഞ്ഞെന്താ, പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് ഷേർട്ട് സായി പറഞ്ഞോട് നിൽക്കണം. അങ്ങനെ ബാപ്പ അന്നേ ലീഗ് തന്നെയാണ്. ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ ഓൻ പോയി വാപ്പനോട് പറയും, വാപ്പേ സംഗതിയൊക്കെ ശരിയാണ്, പക്ഷെ ഇപ്രാവശ്യങ്ങൾ കൈക്ക് വോട്ട് ചെയ്യണം. കാരണം അവന് പോപ്പുലർ ഫണ്ട് പറഞ്ഞ് കൈക്ക് വോട്ട് ചെയ്യണം. ഓൻ ചെയ്ത് ബാക്കിയൊക്കെ മാറ്റി വെച്ചു. അതുവരെയുള്ള മുഴുവൻ വിരോധവും മാറ്റി വെച്ചു. കാരണം പോപ്പുലർ ഫണ്ട് വെറുതെ പറയില്ല എന്നോനറിയാം. അങ്ങനെ ചെയ്തു, വിജയിപ്പിച്ചു. കാണില്ല, ആരെയും കാണില്ല. വേറെ ചെറിയ ചെറിയ പ്രശ്നമൊന്നുമല്ല. അങ്ങനെ നമുക്ക് മറക്കായിരുന്നു. 6 മനുഷ്യന്മാർ പടഞ്ഞു വീട് മരിച്ചതാ. മരിച്ചെന്ന് മാത്രമല്ല, നമ്മൾ TV കണ്ടല്ലോ, തോക്കിൻ്റെ പത്തി കൊണ്ട് അടിക്കുകയാണ് മരിച്ച മനുഷ്യനെ, ബയണറ്റ് കൊണ്ട് കുത്തുക, വലിച്ചു കൊണ്ടുപോവുക, പട്ടി ചത്ത കൊണ്ടുപോകണമാതിരി കൊണ്ടുപോവുക. മുസ്ലിം സമുദായത്തിൽ 6 ചെറുപ്പക്കാർ. എന്നിട്ട് പറയാണ്, ഒരു തോക്കും ബോംബും വടിവാളും കത്തി റോക്കറ്റ് ലോഞ്ചറും. എന്തൊക്കെയാണ് പഠിച്ചോൻ ആ ഭീമാപ്പള്ളിയിൽ CD ഉണ്ട് നമ്മൾ കേട്ടിരിക്കണം. ലോകത്ത് എവിടെ സിനിമ ഇറങ്ങിയാലും അത് ഭീമാപ്പള്ളിയിൽ കടയിൽ കിട്ടുമെന്ന് കേട്ടിരിക്കണം. അല്ലാതെ റോക്കറ്റ് ലോഞ്ചറൊക്കെ ആറുണ്ടെന്ന് കേട്ടിട്ട്